ഫ്രണ്ട്സ്, ഇതാണ് ബ്ലീഡിങ് ഹേർട്ട്. ബ്ലീഡിങ് ഹേർട്ടിൻ്റെ ഇലയൊക്കെ കണ്ടോ? ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ബ്ലീഡിങ് ഹേർട്ട്. ഈ ബ്ലീഡിങ് ഹേർട്ട് എന്നുള്ള പേര് വന്നത് ഈ ഹേർട്ടിലിങ്ങനെ ഒരു വൈറ്റിൽ കണ്ടോ, വൈറ്റിൽ ഇങ്ങനെ റെഡ് കണ്ടോ, അതിങ്ങനെ ചോര പോലെ ആകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം അതിന് ബ്ലീഡിങ് ഹേർട്ട്. കണ്ടോ, ഉള്ളിലിങ്ങനെ റെഡ് പൂവാണ്. അതിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് വിത്താവും. കുറച്ച് ആ വിത്ത് വാളിയാലും നമുക്കത് ചെടിയായി കിട്ടും. കണ്ടോ, ഇതിങ്ങനെ പടരാതെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റും. ഇതിൻ്റെ വൈറ്റ് അല്ലാതെ റെഡ് കൂടിയുണ്ട്. കണ്ടോ, റെഡ് ഫ്ലവർ ഉണ്ടോ? ഇതാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റെഡ് കളർ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിങ്ങനെ ഞാനിങ്ങനെ ഇവിടെ ചൂടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇതിലിങ്ങനെ പടർത്തിയിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് പൂച്ചട്ടിയിലും വളർത്താം. ഈ പടരുന്നതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലാണ് ഇതിൻ്റെ വിത്തും ഭാഗം ഇതിനിങ്ങനെ ഇതാ ഈ പോർഷൻ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചട്ടിയിലിട്ടാലും അത് വളരും. കണ്ടോ, ചട്ടിയിൽ വളർത്തിയ ചെടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ നട്ടതാണ്. ചേരിപ്പൊടിയും പൂഴിയൊക്കെ ഇട്ട് നട്ട ചെടിയാണ്. ഇതിങ്ങനെ കുറച്ച് വലുതായി പടരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ബുഷായിട്ട് ബ്ലീഡിങ് ഹേർട്ട് ഇങ്ങനെ വരും.